ഹലോ എവരി വൺ IUQM 2025 സെറ്റ് എയിലെ 14th ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് സച്ച് ദാറ്റ് ഫോർ എനി ടു ഇൻഡിജേഴ്സ് എം ആൻഡ് എൻ എഫ് ഓഫ് എം എൻ പ്ലസ് വൺ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് എം പ്ലസ് ടു ഹോൾസ് ആൻഡ് എഫ് ഓഫ് സീറോ ഇസ് ഇക്വൽ ടു വൺ. Determine the largest positive integer n such that summation k is equal to 1 to n f of k less than 100 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ സ്പെഷ്യാലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ കൊടുത്തിട്ടുണ്ട്, എഫ് ഓഫ് സീറോ ആകുമ്പോഴുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എൻ ആണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? കെ ഇസ് ഇക്വൽ ടു 1 to n ഉള്ള സമ്മേഷൻ കാണുന്ന സമയത്ത് എഫ് ഓഫ് കെ ഇട്ട് സമ്മേഷൻ കാണുമ്പോൾ ലെസ് ദാൻ 100 ആയിരിക്കണം വാല്യൂ. ക്ലിയർ? അപ്പോൾ ഞാൻ ആ ഫംഗ്ഷൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട് ഇങ്ങോട്ട്. എഫ് ഓഫ് എം എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് എം പ്ലസ് 2 എന്നുള്ളതാണ് അല്ലേ. ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു 1 ആണ്. എഫ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അത് ഞാൻ അവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എമ്മിൻ്റെ വാല്യൂ സീറോ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കുകയാണ്. എം ഇസ് ഈക്വൽ ടു സീറോ. എം സീറോ ആവുന്ന സമയത്ത് സംഭവിക്കുക എഫ് ഓഫ് എം എൻ എന്ന് പറയുന്ന ആൾ സീറോ ആയിട്ട് മാറി, സീറോ പ്ലസ് വൺ 1 ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു, കാരണം എം സീറോ ആയി കഴിഞ്ഞ് ടേം കംപ്ലീറ്റ്ലി സീറോ ആയിട്ട് മാറി. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എം എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അപ്പോൾ എഫ് ഓഫ് സീറോ ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് എം എന്ന് പറഞ്ഞാൽ സീറോ ആണ് പ്ലസ് 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ 1 ആണെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. എഫ് ഓഫ് സീറോ 1 ആണ്. 1 ഇൻറ്റു എഫ് ഓഫ് എൻ അഥവാ എഫ് ഓഫ് എൻ എന്ന് വരും മൈനസ് എഫ് ഓഫ് എൻ മൈനസ് സീറോ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ പ്ലസ് 2 എന്ന് വരും. രണ്ടും ക്യാൻസലായി പോകും. ആൻസർ എന്തായിരിക്കും? 2. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് പറയാൻ പറ്റും. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 2 ആണ്. ഇനി നമ്മൾ എമ്മിന് 1 ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്ത് ഞാൻ എമ്മിന് 1 ഇട്ട് കൊടുക്കുകയാണ്. എം ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് സംഭവിക്കും? എഫ് ഓഫ് 1 ഇൻറ്റു എൻ എൻ അപ്പോൾ എൻ പ്ലസ് 1 എന്ന് വരും ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എം എന്ന് പറഞ്ഞാൽ 1 ആണ് ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് എം എന്ന് പറഞ്ഞാൽ 1 ആണ് പ്ലസ് 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 1 എന്നായിട്ട് മാറും. സോ 2 എഫ് ഓഫ് എൻ എന്നൊരു എഫ് ഓഫ് എൻ പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? എഫ് ഓഫ് എൻ പ്ലസ് 1 ഉണ്ടാവും. സോ എഫ് ഓഫ് എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ പ്ലസ് 1 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, എൻ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിലേ, ഓക്കെ, എൻ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കാം. എൻ ഇസ് ഈക്വൽ ടു 1 ആണ് സമയത്ത് എന്ത് സംഭവിക്കും? എഫ് ഓഫ് 1 പ്ലസ് 1 എന്താ? എഫ് ഓഫ് 1 പ്ലസ് 1 എഫ് ഓഫ് 2 അല്ലേ. അപ്പോൾ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു എന്ത് സംഭവിക്കും? n 1 ആണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് 1 എന്ന് വരും. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് നമുക്കറിയാം. അപ്പോൾ എന്ത് വരും? 2 പ്ലസ് 1 3 എന്ന് വരും. 3. എന്നിന് 2 ഇട്ട് കൊടുക്കുകയാണെങ്കിലോ എഫ് ഓഫ് n 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 പ്ലസ് 1 3 എന്ന് വരും. എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു ഇവിടെ സംഭവിക്കും n 2 ആണല്ലേ. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 ആണ്. അപ്പോൾ 3 പ്ലസ് 1 എന്ത് വരും? 4 വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എഫ് ഓഫ് 0 1 ആണ്, എഫ് ഓഫ് 1 2 ആണ്, എഫ് ഓഫ് 2 3 ആണ്, എഫ് ഓഫ് 3 4 ആണ്. അപ്പോൾ എഫ് ഓഫ് 10 എന്തായിരിക്കും? 11. എഫ് ഓഫ് 20 എന്തായിരിക്കും? 21. എഫ് ഓഫ് 100 എന്തായിരിക്കും? 101. സോ നെക്സ്റ്റ് ഇൻറ്റിജർ ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തു. വാല്യൂസ് നമുക്ക് കിട്ടി. ക്ലിയർ? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് എന്താണ്? ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എൻ സച്ച് ദാറ്റ് സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് കെ ലെസ് ദാൻ 100 എന്നുള്ളതാണ്. അപ്പോൾ സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to ക്യാപിറ്റൽ എൻ എഫ് ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്താണത്? അത് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 പ്ലസ് അപ് ടു എഫ് ഓഫ് ക്യാപിറ്റൽ എൻ. ഇതാണ്. ഇയാൾ എന്തായിരിക്കണം? ലെസ് ദാൻ 100 ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അപ് ടു ഏത് വരെ പോവാം? അതാണ് അതിൻ്റെ മീനിങ് അല്ലേ. എന്നിൻ്റെ വാല്യൂ അങ്ങനെയുള്ള രീതിയിലുള്ള എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെ ഏത് ഇൻറ്റിജർ അല്ലെങ്കിൽ ഏത് നാച്ചുറൽ നമ്പർ വരെ പോവാം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെയുള്ള എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 ഇതിനൊക്കെ വാല്യൂസ് നമുക്കറിയാം അല്ലേ. ഇവിടെ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ അറിയാം, എഫ് ഓഫ് 2ൻ്റെ അറിയാം, എഫ് ഓഫ് 3 അറിയാം. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, എഫ് ഓഫ് 2 3 ആണ്, എഫ് ഓഫ് 3 4 ആണ്. അങ്ങനെ പോയി എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? അത് n പ്ലസ് 1 ആണ്. നെക്സ്റ്റ് ഒരാണ്.
ലെസ് ദാൻ 100 ആയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ രണ്ട് സൈഡിലും ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. കുഴപ്പമൊന്നുമില്ല, ഇനീക്വാളിറ്റിന് രണ്ട് സൈഡിലും 1 ആഡ് ചെയ്ത് കൊടുത്തു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ 1 മുതലുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയി. 1 മുതൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. n ടേംസ് ആണുള്ളതെങ്കിൽ n ഇൻറ്റു n+1/2 ആണ്. ഇവിടെ എത്ര ടേംസ് ആണുള്ളത്? ഇവിടെ n+1 ടേംസ് ഉണ്ട്. കാരണം 1 ഇവിടെ കൂടി വരുന്നുണ്ട്, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ n+1 ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n-ന് പകരം n+1 ആവും. അപ്പോൾ n+1 ഇൻറ്റു ഇപ്പോൾ n ഉള്ളതിന് പകരം n+1. അപ്പോൾ n+1+1 അടുത്തതാണ് വരിക അല്ലേ, n ഇൻറ്റു n+1 ആണ്. അപ്പോൾ n-ന് പകരം n+1 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്താ വരിക? n+1+1 ആണ്, അതായത് n+2 വരും. ഡിവൈഡ് ബൈ 2 ഷുഡ് ബി ലെസ് ദാൻ 101 എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ ഇയാളെ മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ പോലെയും ചെയ്യാം. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ട്രയൽ ആൻഡ് എറർ പോലെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ n-ന് 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 10+1 11 ആണ്, ഇൻറ്റു 10+2 12 ആണ്, ബൈ 2 എന്ന് വരും. അപ്പോൾ 6 എന്താ വരിക? 66. അത് ലെസ് ദാൻ 101 ആണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു 12 ഇട്ട് കൊടുത്ത് നോക്കി നിങ്ങൾ. അപ്പോൾ 12+1 13 ഇൻറ്റു 12+2 14 ബൈ 2 എന്ന് വരും. 2 14 കഴിഞ്ഞാൽ 7 ആണ്. 3 into 7 21, 2 ഉണ്ടാവും, 7 91 എന്ന് വരും. ലെസ് ദാൻ 101, അതും കുഴപ്പമൊന്നുമില്ല. ഇനി 13 ഇട്ട് കൊടുത്ത് നോക്ക്. ഇത് n 10 ഇട്ട് കൊടുക്കുമ്പോഴാണ്, ഇത് n 12 ഇട്ട് കൊടുക്കുമ്പോഴാണ്, n 13. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് അടുത്തെത്തി. 91 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അടുത്തെത്തി. സോ 13 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 13+1 14 ഇൻറ്റു 13+2 15 ബൈ 2 എന്ന് വരും. സോ കട്ട് ചെയ്താൽ 7 ആണ്. 5 into 7 35 അല്ലേ, 5 into 7 35, 3 ഉണ്ടാവും, 7 105 എന്ന് വരും. അതെന്തല്ല? ലെസ് ദാൻ 101 അല്ല, ഗ്രേറ്റർ ദാൻ 101 ആണ്. അപ്പോൾ ഇത് പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെയുള്ള മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ആണ്. കാരണം 12 വരുമ്പോൾ 91 വരുന്നുണ്ട്. അടുത്ത ഇൻറ്റിജറിലോട്ട് വരുന്ന സമയത്ത് അത് 101-നേക്കാൾ ഗ്രേറ്റർ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അപ് ടു ഏത് വരെ വരാൻ പറ്റും? n-ൻ്റെ വാല്യൂ 12 ആവുന്നവരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് വേണ്ട ആൻസർ എത്രയായിരിക്കും? അത് 12 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതല്ലേ, ഡിറ്റർമിൻ ദി ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആരാ? അത് 12 ആണ്. ഓക്കെ അല്ലേ? താങ്ക് യു.